ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പം ഓണത്തിന്റെ പരിപാടിയിലാണ്. എന്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ഇതൊരു വ്ളോഗൊന്നും ഇട്ടിട്ടില്ല യൂട്യൂബില്, പാട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ എന്റെ ചേച്ചി ഇതാണ് എന്റെ ചേച്ചി. കാണിക്കൂ, ക്യാമറമാൻ കാണിക്കൂ. ഓക്കെ, ചേച്ചിയുടെ കല്യാണമാണ് അടുത്ത മാസം. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോവാണ് അബുദാബിക്ക്. സോ ലാസ്റ്റ് ഓണം ഇവിടെ ബാച്ചിലർ ആയിട്ടുള്ള ലാസ്റ്റ് ഓണം നമുക്ക് ഇവിടെ ആഘോഷിക്കാന്നും പറഞ്ഞു സ്റ്റാറ്റ പറയൂ ചേച്ചി എടുത്തു. അയ്യേ, ലാസ്റ്റ് ഓണം ഇവിടെ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഓണോ ചേച്ചി? അങ്ങനെയല്ല, കല്യാണത്തിന് മുമ്പുള്ള ലാസ്റ്റ് ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയേക്കുവാണ്. ഇനി എല്ലാവരും കസിൻസ് എല്ലാവരും കല്യാണം കഴിക്കാനും ഉണ്ടായിരിക്കും. കസിൻസ് എല്ലാരും വരത്തില്ല. എന്റെ വ്ളോഗ് കൊളാക്കാൻ വേണ്ടിയാണ് തുടങ്ങുന്നത് തന്നെ. ഓക്കെ, കസിൻസ് എല്ലാരും ഇല്ല, ഒരാള് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. സോ ആ ചേച്ചി മാത്രം കാണത്തില്ല, ചേച്ചി ചേട്ടനും ബാക്കി വേറെ ചേട്ടനും കൂടെ ഉള്ളു കാണും. പിന്നെ എന്റെ ചേട്ടനോട് പറയാൻ നിൽപ്പുണ്ട്, ക്യാമറമാനായിട്ട് കാണിക്കാൻ ഞാൻ ലാസ്റ്റ് അടുത്ത ഷോട്ട് ചേട്ടൻ. ഓക്കെ, നമ്മള് പൂക്കളൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഡിസൈൻ മാത്രമേ ഉള്ളൂ. 10-11 മണിയായി. 10-20 ആവത്തുള്ളൂ, അതിനകത്തേ ആവത്തുള്ളൂ. 10:15 സമയം പറയാൻ പറ്റും. രണ്ടിന്റെ ഇടയ്ക്കുള്ള സമയം പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. ഓക്കെ, 10:15 ആയിട്ടേ ഉള്ളൂ ഗൈസ്. നമ്മൾ അതിന്റെ ലേറ്റ് ഇന്നലെ ഡിസൈൻ എല്ലാം വരച്ചിട്ട് കയറി കിടന്നാണ്. ഡിസൈൻ ആന ഡിസൈൻ ഒന്നും ഇല്ല ഗൈസ്, ചെറിയൊരു ഡിസൈൻ. അതെ, നിന്റെ എത്ര ഡിസൈൻ ഒന്നും ഇല്ലെങ്കിലും പ്ലാൻഡ് അല്ലായിരുന്നു. പെട്ടെന്ന് നമ്മള് പൂടാനുള്ള പ്ലാൻ ആയിരുന്നു കഴിഞ്ഞ വർഷം. എല്ലാം കഴിഞ്ഞ വർഷം വരെ നമ്മൾ പൂ വെച്ചാണ് നത്തു ഇടുന്നത്. എന്ന് പറയുമ്പോ പൂ വെച്ച് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ വെച്ചാൽ ഇച്ചിരിയുടെ അതിവിദഗ്ധമായിട്ട് അങ്ങനെയല്ല, ഇപ്രാവശ്യം നമ്മൾ വരച്ചത്ത ഇടുന്നത്. പണ്ട് ഡിസൈൻ ഒന്നുമില്ല, നമ്മൾ തന്നെ പൂ വെച്ച് ഡിസൈൻ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം അങ്ങനെ ഡിസൈൻ എല്ലാം വരച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ വണ്ടിക്ക് പൂ മാത്രം ഇട്ടാൽ മതി. പച്ചന്റെ ഇപ്പൊ ഒരു ഇത് മഞ്ഞയാണ് ആദ്യം വാങ്ങിച്ചത്. മഞ്ഞ ഏകദേശം മഞ്ഞ ഏകദേശം എടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞിപ്പോ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സാധനം ഇറക്കുവാണ്. 1 മണിക്കൂർ മുമ്പ് തുടങ്ങിയ പണിയാണിത്. അപ്പോഴെങ്ങനെ തന്നെ ഇവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് പറ്റിച്ച്. ഞാൻ ഹെൽപ്പ് ചെയ്യണോണ്ടില്ല മനസ്സിലേക്കാ. നീ ഹെൽപ്പ് അല്ലാതെ ഇവിടെ ഒരു വേറെ ഒരുത്തരുണ്ട് ഈ റൂമില്, മൂന്നാമതൊരു മനുഷ്യൻ ഹെൽപ്പ് ചെയ്യാൻ അപ്പുറത്തെ റൂമിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പൂവൊക്കെ അത്തപ്പൂ ഇടുമ്പോ കാണാം. ഓക്കെ ഗൈസ്, ബൈ. ഇവിടെ അത്തപ്പൂ കൊളാക്കാൻ വേണ്ടി വെള്ളവേള നിപ്പുണ്ട്. പോയോ? കോഫി ഇവിടെ ഉണ്ട്. എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട് ഇവിടേക്കോ. അത്തപ്പൂക്കത്തിന് കോഫി ആരാണെന്ന് പറ. കോഫി ആരെന്ന് പറഞ്ഞാൽ എന്റെ ഡോഗിയാണ്. ഡോഗി എന്റെ പപ്പിയാണ് ഗൈസ്. കോഫി കുഞ്ഞാണ്, 2 മാസം 3 മാസം ആവണേ ഉള്ളൂ. കുഞ്ഞു കൊച്ചാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കുസൃതി കാരണം തന്നെ നടുക്ക് നിൽപ്പുണ്ടായിരുന്നു കുറച്ചു മുമ്പേ. ഈ നിൽക്കുന്നതാണ് കോഫി. ഇതാണ് എന്റെ കോഫി. പിന്നെ എടി ഇത്ര നേരം എന്താ അവളുടെ അത്തത്തിന്റെ പുറത്തായിരുന്നു. അപ്പം അത്തത്തിന്റെ മണ്ടയിൽ നമ്മൾ നെയ്സായിട്ട് മാറ്റി അങ്ങോട്ട് കറങ്ങാൻ വിട്ടിട്ടുണ്ട്. ഇവിടെയാണ് കേസ് അത്തമായിട്ട് മൂടി വെച്ചേക്കുന്നത്. ഇത് കേസ് കോലമായിട്ട് മൂടി വെച്ചിരിക്കുന്നതാണ്. കാര്യം മഴ നല്ല ഇരുണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊന്ന് മൂടി വെച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം മൂടി വെച്ചേക്കുവാണ്. എല്ലാവരും അകത്തുണ്ട്. ഓ, ഞാൻ കോഫി മൂടിനകത്ത് കൊണ്ടാക്കിയിട്ടൊക്കെ വരാൻ കേസ്. ഇല്ലെങ്കിൽ നമ്മുടെ അത്തപ്പൂക്കൾ നല്ല കിടിലുമായിരിക്കും. കോഫി ഇപ്പം കേസ് കൊണ്ടാക്കിയിട്ടൊക്കെ ഞാൻ വരാം. കോഫി കാണാനില്ല. ഇത് മിനിറ്റ് കാണാനില്ല കാണും കേസ്. പക്ഷെ ഇവിടെ ഇങ്ങനെ കാണും. നമ്മൾ അത്തപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞപ്പം നമ്മുടെ രണ്ടൊരു കസിൻ ചേട്ടനൊക്കെ വന്നു. ചേട്ടൻ മാമി എല്ലാവരും വന്നായിരുന്നു. ചേട്ടനെ കാണിക്കൂ. മാമനൊക്കെ തവണപ്പുണ്ട്. അപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പം ഇനിയും ആള് വേറെ. ഇനി എൻ്റെ അമ്മ അച്ഛനും കോവിലിൽ പോയായിരുന്നു. അതും ഇതുവരെ ഇനി എത്തിയിട്ടില്ല. അത്തപ്പൂക്കളെ കാണിച്ചോളൂ. അത്തപ്പൂക്കളൊക്കെ ചെയ്യുന്നത് ഇത്ര നേരത്തെ പരിശ്രമമാണ് കേസ് ഇത്. അഞ്ജലിയുടെ ഷോ. അപ്പം നമ്മൾ പണിയില്ല, നമ്മൾ റെഡി ആവണം. ഒന്ന് റെഡി ആയിട്ട് ഇനി സാരിയൊക്കെ കൊടുത്ത് സുന്ദരമായിട്ട് കാണാം. ബൈ. ഓക്കെ, സോ റെഡി ആയിട്ടൊക്കെ വന്ന് ഗൈസ്. പക്ഷെ നമ്മൾ വന്ന് ഇറങ്ങിയ ഉടനെ ഫോട്ടോഷൂട്ടായിരുന്നു. ഫാമിലി എല്ലാം വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് കുറച്ചൊരു കഴിക്കാതിരുന്നിട്ടുണ്ട്. അപ്പം വിശപ്പുണ്ട് നല്ല രീതിക്ക്. രാവിലെ തൊട്ട് പണിയെടുക്കുകയല്ലേ. നീ കഴിക്കണം. കഴിച്ചിട്ട് ഞാൻ റെഡി ആയിച്ചത് കാണിക്കാൻ പറ്റില്ല. സ്വന്തം ഒരു ദിവസമായിരിക്കണം.
ഞാനാണ് ഇവിടുത്തെ പൊതുവേ ഞാനാണ് ഈ വീട്ടിലെ സാരി ഡ്രൈപ്പിസ്റ്റ്. ചേച്ചിക്ക് ഞാനാണ് കൊടുത്തത്, എനിക്ക് ഞാനാണ് കൊടുത്തത്, എല്ലാവർക്കും ഞാനാണ് കൊടുത്തത്. ഇതൊരു പ്രൊഫഷൻ ആക്കിയാലോന്ന് എനിക്കൊരു ആലോചനയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ സാരി ഡ്രൈപ്പ് ആണെങ്കിൽ കോണ്ടാക്ട് ദക്ഷിണ DAKSHIN നമ്പർ എനിക്ക് കാണാതെ അറിഞ്ഞോടെ, സോറി. നീ അവിടെ നിക്ക്, ഫുൾ ലുക്ക് ബാക്കിലൂടെ പോയി നിക്ക്. കൊള്ളാം. നമ്മളൊരു ബ്ലാക്ക് ട്രഡീഷണൽ സെറ്റ് സാരിയാണ് എടുത്തേക്കുന്നത്. നൈസ്. ഒരു റൗണ്ട് കറങ്ങിക്കോ. സാരിക്ക് കുറച്ച് ലെങ്ത് കുറവായിരുന്നു. ബൈ. സദ്യ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. സദ്യയാണിത്. എല്ലാം ഉണ്ട്. എന്തുവാ ചോറ് കുറച്ചെടുത്ത്? എന്റെ കുടുംബക്കാരെല്ലാം ഇങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ ആ കുടുംബക്കാരിൽ ഒരാളാണ് ഏറ്റവും വലിയ കുഴപ്പം. നേതാവാ. അപ്പം നമ്മൾ ഇത്ര വേണം കഴിക്കായിരുന്ന. ഞാൻ, ചേച്ചി, അമ്മൂമ്മ, ചേച്ചി എല്ലാവരും ഉണ്ട്. പപ്പടം വച്ചിരുന്ന പരാതി ഗൈസ്. സോ എല്ലാ പണിയും കഴിഞ്ഞ് താഴെ നിങ്ങൾ മുകളിൽ കയറി കുറേ നേരം കയറിയിട്ട് നമ്മളിവിടെ ചുമ്മാ കിടന്നുകൊണ്ടപ്പോൾ ഞാൻ ഓർത്തത് വ്ളോഗ് എൻഡ് ചെയ്തില്ല എന്ന്. എനിക്കിതൊന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ഞാനിത് മറന്നുപോയി ഇങ്ങനൊരു സംഭവം എടുക്കണം എന്നുള്ള കാര്യം തന്നെ. ഇപ്പം സമയം 5 മണിയായി ഗൈസ്. നമ്മൾ ഏകദേശം എല്ലാ പണിയും താഴെ എല്ലാം ഒതുക്കി. അതൊക്കെ അമ്മ ഒതുക്കി, ഞാനെല്ലാം ഒതുക്കി. അതാ ചോദിക്കാൻ വന്നിട്ട് പറഞ്ഞു കേട്ടതൊന്നും ഞാൻ എന്തൊക്കെ ഒതുക്കി മറിച്ചൊന്നും ഒന്നുമില്ല ഗൈസ്. കുറേ നേരമായി അവിടത്തേക്ക് ബഹളമൊക്കെ ആയിട്ട് ഞാൻ പിന്നെ താഴെയൊന്നും പോയില്ല, എന്തെങ്കിലും പണി തരുന്നതുകൊണ്ട്. സോ എല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങണം. സദ്യ എല്ലാം കഴിച്ച് വയറ് വേർത്ത് കിറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ കിടന്നാണ് വ്ളോഗ് എടുക്കണം. എനിക്ക് വ്ളോഗ് എടുത്ത് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും കിടന്നൊക്കെ കൈയൊക്കെ പൊക്കി വെച്ചെടുക്കണുണ്ട്. അങ്ങനെ ടയേർഡായി, നന്നായി ടയേർഡായി. അപ്പം പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ചിലപ്പോൾ ഒന്ന് ഒരു മൂവിക്കൊക്കെ പോയി. മൂവിയുടെ പേരെന്തായിരുന്നു? അല്ലാതെ തന്നെ ഞാൻ ഇനി വല്ലതും പറ തെറ്റിക്കട്ടെ. അപ്പം അതിന് പോകണമെന്നൊരു ചെറിയ പ്ലാൻ ആലോചിച്ചിട്ടൊക്കെ പോവും. ചിലപ്പം കനക്കൊന്നും എവിടെയെങ്കിലും പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ കറിയിട്ടൊക്കെ അല്ല വരാമെന്നില്ല. കഴിഞ്ഞു വ്ളോഗ്, എൻഡിങ് ദി വ്ളോഗ്. ഇതൊരു എനിക്ക് എൻ്റെ അറിഞ്ഞൂടെ കേസ്. സോറി, ഒരു ന്യൂബ് വ്ളോഗറാണ് ഞാൻ. വ്ളോഗൊന്നും എടുക്കുന്ന പ്ലാനിലൊന്നും ഇല്ല. പിന്നെ ചുമ്മാ ഇരുന്നപ്പം തലയ്ക്കകത്ത് മറ്റേ എന്തായാലും ഒരു യൂട്യൂബ് ചാനലുണ്ട്, വെറുതെ കിടക്കണം, ചത്ത് കിടക്കണം. ഒരു പാട്ട് പോലും പാടുന്നില്ല ഇപ്പം. വിചാരിച്ച എന്തായാലും ഒരു വ്ളോഗ്, എനിക്ക് വ്ളോഗ് എന്തെങ്കിലുമൊക്കെ അതിന് നനയ്ക്കെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഇടണമെന്നേ ഉള്ളൂ. ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഇതുപോലെ ഇനി ചേച്ചിയുടെ കല്യാണമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ അടുത്ത മാസമാണ് കല്യാണം. അപ്പം അതിന്റെ പരിപാടികളിൽ പർച്ചേസിന് പോകണം. പിന്നെ ഒരു ചേച്ചിയും കൂടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു ചേച്ചി വന്നില്ല, ഒരു ചേച്ചിയും ചേട്ടനും കൂടെ ഉണ്ടെന്ന്. സോ അവരൊക്കെ എത്തും. അവർ നാളെയോ മറ്റന്നാളോ ഒന്നും എത്തും. ഇന്ന് ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു, നമ്മുടെ തന്നെ ഒരു കസിൻ്റെ ചെന്നൈയിൽ വെച്ച്. പക്ഷെ നമ്മുടെ അല്ല, ആ ചേച്ചിയുടെ കസിൻ്റെ, ആ ചേച്ചി നമ്മുടെ കസിനായിട്ട് കുടുംബകഥ വേണ്ടി വരും. അതുകൊണ്ടത് വേണ്ട. സോ അവരുടെ കസിൻ എൻഗേജ്മെന്റിനെ പോയിരിക്കുന്നത്. അപ്പം നമ്മളെയൊക്കെ വിളിച്ചു. നമ്മൾ ഓണമായോണ്ട് പോയില്ല, ഓണം പ്രമാണിച്ച്. അപ്പോൾ ആ ചേച്ചിയൊക്കെ അവിടെയാണ്. അപ്പം അവരിന്നോ നാളെയോ എത്തും. ഇന്നും രാത്രി ഇല്ലെങ്കിൽ നാളെ രാവിലെ അവിടെ തിരിക്കും. എന്തായാലും അവരെത്തും. എന്നോ നാളെ മറ്റന്നാളോ. അപ്പോൾ നമ്മൾ അതിനുശേഷം ഒരു ചെറിയ പർച്ചേസിന് പോകുന്നുണ്ട്. പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ആ പർച്ചേസ് സമയത്ത് കുറച്ച് ഒരു വ്ളോഗ് എടുക്കാം. പിന്നെ കല്യാണം, അതിന് ഹൽദി, അങ്ങനത്തെ ഓരോ വ്ളോഗുകളായിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നതായിരിക്കും. പിന്നെ വഴിയൊന്ന് വെട്ടിത്തെളിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം. വ്ളോഗറൊന്നും വലിയ താല്പര്യമില്ലാത്ത സാധനമായിരുന്നു. ചെറിയൊരു വ്ളോഗ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പോണവരെ പോട്ടെ. എൻ്റെ ഫ്രണ്ട് അവനി എടുക്കണോണ്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയത്. അവനി ഈസ് മൈ മോട്ടിവേഷൻ. അവനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അവളുടെ ഫ്രണ്ടാണ്, എൻ്റെ കോളേജ് മേറ്റ് ആണ്. ഞാൻ താങ്ക് ഇതിപ്പോ തീരെ ഞാൻ ഇപ്പൊ ഒരു ബൈ പറയും നിർത്തും. Okay, bye. Okay guys, bye.